നമ്മൾ ഒരു ബൗളിലേക്ക് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഇപ്പോൾ ഞാൻ 2 കപ്പോളം മൈദ മാവ് എടുത്തിട്ടുണ്ട് കേട്ടോ. മൈദ മാവ് എടുത്തിട്ട് പിന്നെ അതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ അതേപോലെ തന്നെ പിന്നെ നമ്മൾ ഉപ്പിട്ട ശേഷം പിന്നെ നമ്മൾ മുട്ടയുണ്ടല്ലോ, ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കുക. നമ്മൾ കൂടുതലായിട്ട് 4 കപ്പൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 2 മുട്ടയൊക്കെ പൊട്ടിച്ചൊഴിക്കാം കേട്ടോ. പിന്നെ നമ്മൾ അതിലേക്ക് കുറച്ച് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൈകൊണ്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ ഗോതമ്പ് ദോശയൊക്കെ ഉണ്ടാക്കുന്ന പരുവത്ത് കൈകൊണ്ട് മിക്സ് ചെയ്ത് കൊടുത്താലും മാവിൽ കട്ടയുണ്ടാവും. അത് കട്ട പൂർണ്ണമായി ഉടയാനായിട്ട് നമ്മൾ മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കുക കേട്ടോ. ഒന്ന് അടിച്ചെടുക്കുമ്പോൾ അതിലുള്ള കട്ടയെല്ലാം തന്നെ പൂർണ്ണമായി പോയി നമുക്ക് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടും. നമ്മൾ പിന്നെ ഇത് ഒരുപാട് കട്ടിയാവരുത്, അതുപോലെ തന്നെ ഒരുപാട് ലൂസും ആവരുത്. നമ്മൾ ദോശമാവിൻ്റെ പരുവത്തിൽ നിന്നൊക്കെ കുറച്ചും കൂടി ഒരു ലൂസ് കൺസിസ്റ്റൻസിയിലാക്കിയിട്ട് നമ്മൾ എടുക്കണം കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാനൊരു മണ്ണിൻ്റെ അപ്പച്ചട്ടിയാണ് വെച്ചിരിക്കുന്നത് കേട്ടോ. മണ്ണിൽ തന്നെ നമ്മൾ മണ്ണിൻ്റെ ചട്ടിയിൽ തന്നെ നമ്മൾ ഇത് ഉണ്ടാക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോഴാണ് ഈ ഒരു ഓട്ടടയ്ക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക. അല്ലാതെ നമ്മൾ നോൺ സ്റ്റിക്കിൻ്റെയിലാണെങ്കിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. പക്ഷേ നമ്മൾ പഴമയുടെ ആ ഒരു ടേസ്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മളിതുപോലെ മണ്ണിൻ്റെ പാത്രത്തിലാണെന്നുണ്ടെങ്കിൽ, മണ്ണിൻ്റെ ദോശക്കല്ലിലൊക്കെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനായിട്ട് നമ്മളൊരു കല്ല് മാറ്റി തന്നെ വെക്കണം കേട്ടോ. ഇതുകൊണ്ട് നല്ല ഓട്ടയൊക്കെ വന്നിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഒരു ഓട്ടട റെഡി ആയിട്ടുണ്ട് കേട്ടോ.